തിരുവനന്തപുരം വെമ്പായത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ് അപകടമുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 5 പേർക്ക് പരിക്കേറ്റു ഇപ്പോൾ എന്ന് വിവരം ലഭിക്കുന്നു. റൈഡിൽ 30ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപകടത്തിന്റെ ആഴം സംബന്ധിച്ചും എങ്ങനെയാണ് ഈ അപകടം സംബന്ധിച്ചതെന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട്. ഇന്ദുലേഖ, എങ്ങനെയായിരുന്നു അപകടം? ഒരുപാട് പേരുണ്ടായിരുന്നോ ഈ റൈഡിൽ പങ്കെടുക്കാൻ? എന്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അവിടെ നിന്നും? പ്രജീഷ്, വെമ്പായം ഭാഗത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഊഞ്ഞാല് പോലെ നമുക്കറിയാം, ജയൻ വീൽ പോലെ വട്ടത്തിൽ കറങ്ങി നല്ല ഉയരത്തിൽ വട്ടത്തിൽ കറങ്ങുന്ന തരത്തിലുള്ള ഒരു ഇതാണ് പൊട്ടി താഴെ വീണിരിക്കുന്നത്. ആദ്യം പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംശയം മാത്രമാണ്, കൃത്യമാണോ എന്നറിയില്ല. വെൽഡിങ്ങിൽ എന്തോ തകരാറ് സംഭവിച്ചു. അതായത് ഈ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വെൽഡിങ്ങിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടാണ് ഇത് മറിഞ്ഞു വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ളിൽ ഏകദേശം ഒരു 26-30 പേർക്കോളം ഇരിക്കാനും ഇത് ഒരേ സമയം പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ആളുകൾ തന്നെ അതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കിക്കുന്നത്. കുറഞ്ഞത് 26 പേരോളം ഉണ്ടെന്നാണ് അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ 5 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അവരാണ് ഈ മറിഞ്ഞു വീണതിൻ്റെ കീഴിലായി പെട്ടുപോയത്. മറ്റുള്ളവർക്കും സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമാണ് ഏറ്റിട്ടുള്ളത്. ഇവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട്. കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കുട്ടികളടക്കമുള്ളവരുണ്ട്, കുട്ടികളും പ്രായം ചെന്നവരുണ്ട്. മാത്രമല്ല പ്രതീക്ഷ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അധികം പരിക്ക് പറ്റിയത്, അതായത് ഈ മറിഞ്ഞു വീണതിൻ്റെ കീഴിലായി പെട്ടുപോയവർ തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് നാഗർകോവിൽ സ്വദേശികളായിട്ടുള്ള 5 പേരാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മനോരഥി, സീമണി, മാലിനി, ഡാനിയൽ, റോസ്, ഇങ്ങനെ 5 പേർക്ക്, ഒരു കുടുംബത്തിൽ നിന്നുമുള്ള 5 പേരാണ്. ഇവർക്കാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 2 പേർ, ഡാനിയൽ, റോസ് എന്നിവർ കുട്ടികളാണ്. 14ഉം 16ഉം വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായമുള്ളത്. ഈ കുട്ടികളെ കൊണ്ട് വെക്കേഷൻ സമയത്ത് ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്തിയതായിരുന്നു ഈ കുടുംബം. ഇവർ തമിഴ്നാട്ടിൽ നിന്നുമാണ് എത്തിയത്. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്ന് മാത്രമല്ല കൊല്ലത്ത് നിന്നടക്കമുള്ള ആളുകൾ ഇതേ സമയത്ത് ഈ പാർക്കിലുണ്ടായിരുന്നു. മാത്രമല്ല, ഈ അപകടത്തിൽപ്പെട്ടവരിലും വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇതിൽ ഈ പ്രാഥമികമായി ഏറ്റവും അധികം പരിക്കേറ്റ ആളുകളെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് റെഫർ ചെയ്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. SUT അടക്കമുള്ള ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജീഷ്, ഇന്ദു, പ്രാഥമികമായി നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ചാണെങ്കിൽ ഈ ബിൽഡിങ്ങിലുണ്ടായ തകരാറ് ഇപ്പോൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പാർക്കാണ് ഇത്. അമ്യൂസ്മെന്റ് പാർക്കാണ്. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ഏറ്റവും അടുത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അടക്കം ഒരുപാട് പേര് എത്തുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ പരിശോധനയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള റൈഡൊക്കെ നടക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, അതൊക്കെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, അവധിക്കാലമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പാർക്കിലേക്കൊക്കെ എത്തിത്തുടങ്ങുന്ന ഒരു സമയമാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു പാർക്ക് കൂടിയാണിതെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളതല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളും എത്തുന്നു എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്നു. അങ്ങനെ ഏറ്റവും അധികം ആളുകൾ കുട്ടികളുമായി എത്തുന്ന, അല്ലെങ്കിൽ അവധി സമയങ്ങളൊക്കെ ചിലവിടാൻ എത്തുന്ന ഒരു പാർക്കായിരുന്നു ഇത്. ഇത്തരത്തിൽ ബിൽഡിങ്ങിലാണ് തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. നമുക്കറിയാം, വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. കാലപ്പഴക്കം കൊണ്ട് അങ്ങനെ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അങ്ങനെയൊന്ന് കാലപ്പഴക്കം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ഇതൊരു വീഴ്ച തന്നെയാണ്. പാർക്കിന്റെ ഭാഗത്തുനിന്ന്, അവരുടെ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൃത്യമായിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടാതെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സുരക്ഷ ഉറപ്പാക്കാതെയാണ് ഈ പറയുന്ന യന്ത്രം പ്രവർത്തിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രതീക്ഷ. അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ ഒരു അപകടം സംഭവിക്കില്ല. കാരണം ചെറുതായി ഏതെങ്കിലും ഒരു ഭാഗമോ ഒരു കമ്പിയോ ഉടൻ തന്നെ അവിടേക്ക് അധികൃതരൊക്കെ എത്തി രക്ഷാപ്രവർത്തനമൊക്കെ ഊർജിതമായി നടന്നു. ഉടനടി തന്നെ ആശുപത്രിയിലേക്ക്, അടുത്തുള്ള സമീപത്തെ ആശുപത്രിയിലേക്ക് എന്ന് പറയുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധിക ദൂരമില്ല, അവിടേക്ക് തന്നെയാണ് ആദ്യം ഇവരെയൊക്കെ തന്നെ ഈ 5 പേർക്ക് പരിക്കേറ്റ കുട്ടികളടക്കമുള്ളവരെ എത്തിച്ചത്. പ്രജീഷ്, അതാണ് ഞാൻ പറഞ്ഞത്. വിവിധ ആശുപത്രികളിലേക്കായിട്ട് ഈ അപകടം സംഭവിച്ചു. വലിയൊരു ശബ്ദത്തോടു കൂടിയുള്ള